അങ്ങനെ അതിനുശേഷം ഇവളെ തിരിച്ച് ഇവളുടെ വീട്ടിലേക്കാണ് വരുന്നത്. ഇപ്പൊ അവരുടെ തെറ്റിദ്ധാരണകളൊക്കെ ഏതാണ്ട് മാറിയല്ലോ. സോ അങ്ങനെ ഇവളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇവളുടെ അച്ഛൻ, ഞാൻ നിനക്ക് ബെയ്ജിംഗ് യൂണിവേഴ്സിറ്റിയിലെ മാനേജ്മെന്റ് കോഴ്സിന് അഡ്മിഷൻ വാങ്ങിച്ചിട്ടുണ്ട്, നീ അങ്ങോട്ടേക്ക് പോകണം എന്ന് പറയുമ്പോൾ ഇവര്, നിങ്ങൾ എന്തിനാ കൊച്ചിനെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്, അവൾക്ക് ഇതൊന്നും ഇഷ്ടമല്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ വെൻ അച്ഛനോട്, അച്ഛ നിങ്ങൾ എനിക്ക് 20 മില്യൺ തരാൻ റെഡി ആണെങ്കിൽ ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ ആ കോളേജിൽ മാനേജ്മെന്റ് കോഴ്സ് തന്നെ എടുത്ത് പഠിക്കാം എന്ന് പറയുമ്പോൾ അച്ഛൻ പറയേണ്ട താമസം അവൾക്ക് 20 മില്യൺ എടുത്തു കൊടുക്കുന്നു. അങ്ങനെ അവളും അത് വാങ്ങുന്നു. ഇയാള് പൈസ കൊടുത്തില്ലെങ്കിലും പഠിക്കാൻ പോകാനിരുന്നതാണ്. പക്ഷെ ഒരു വെടിക്ക് ഇപ്പോ 2 പക്ഷി. പക്ഷെ ഇവർക്ക് അത് വിശ്വസിക്കാനേ ആവുന്നില്ല. കാരണം അച്ഛൻ പറയുന്നതിനോടൊന്നും പൊതുവെ വെൻ യോജിക്കാറില്ല. ഒരു തലതെറിച്ച പെണ്ണായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവര് നല്ല ഷോക്കായിട്ട് നിൽക്കാണ്. അപ്പോഴേക്കും ലോറയും അങ്ങോട്ടേക്ക് വരുമ്പോ അച്ഛൻ അവളോട്, വെൻ ഞാൻ പറഞ്ഞതുപോലെ മാനേജ്മെന്റ് കോഴ്സ് എടുത്ത് പഠിക്കാൻ തീരുമാനിച്ചു. ഇനി എന്തായാലും അവള് ഗ്രാജുവേറ്റ് ആയിട്ട് തിരിച്ചു വരുന്നത് വരെ മാത്രമേ കമ്പനിയിൽ നിനക്ക് സ്ഥാനമുള്ളൂ. അത് കഴിഞ്ഞാല് കമ്പനി കാര്യങ്ങളെല്ലാം ഞാൻ അവൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും എന്ന് പറയുന്നു. ഇദ്ദേഹം ആ കമ്പനി അവൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം അത് അവളുടെ അമ്മയും ഇയാളും കൂടി ബിൽഡ് ചെയ്തതാണ്. അതിന് അവകാശി ആവേണ്ടതും വെൻ തന്നെയാണല്ലോ. സോ അതുകൊണ്ടാണ്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അത് കേട്ടിട്ട് ഭയങ്കര ഷോക്ക് ആവാണ്. മാത്രമല്ല നല്ല ദേഷ്യം ആവുകയാണ്. ഇവര് രണ്ടുപേരും വിചാരിച്ചിരുന്ന പോലെ അല്ലല്ലോ ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക്. അതിനുശേഷം ഇവൾക്ക് ഇവളുടെ അമ്മയുടെ മരണത്തില് എന്തോ ഒരു സംശയം തോന്നിയിട്ട് അതിനെപ്പറ്റി അറിയാവുന്നത് എന്തായാലും അന്നത്തെ ഡോക്ടറിന് അതിനെപ്പറ്റി അറിയാമായിരിക്കുമല്ലോ. സോ അവരോട് അതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് അവരിപ്പോ ഉള്ള സ്ഥലം ഇവളെ മറ്റാരുടെയോ സഹായത്തോടു കൂടി കണ്ടെത്തിയിരിക്കുകയാണ്. ലോറയും അവളുടെ അമ്മയും കൊടുക്കാനായിട്ട് ഇവൾക്ക് തെളിവാണല്ലോ വേണ്ടത്. സോ ഇവള് ആ ഒരു ഡോക്ടറുള്ള നാട്ടിലോട്ട് പോവാൻ തീരുമാനിക്കുന്നു. അതിനായിട്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് ലോറ അങ്ങോട്ടേക്ക് വന്ന് ഇവളോട്, നീ എവിടെ പോവാണ് എന്ന് ചോദിക്കുന്നു. അപ്പോ വെൻ അവളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട്, അത് ഞാൻ ഓൺലൈനിൽ ഡേറ്റ് ചെയ്യുന്ന എന്റെ പുതിയ ബോയ് ഫ്രണ്ടിനെ കാണാനായിട്ട് പോവാണ് എന്ന് പറയുന്നു. അപ്പോ നീ ഗൂവിനെ കളഞ്ഞോ എന്ന് ചോദിക്കുമ്പോ ഇവള്, പിന്നില്ലാണ്ട് അത്രയും പ്രായമുള്ള വ്യക്തി ഞാൻ എന്തിനാ നോക്കുന്നത്, എനിക്ക് വരെ പണിയില്ലേ എന്ന് പറയുമ്പോ ഇവളും അത് കേട്ട് ഹാപ്പി ആവുന്നു. ആ ഒരു നല്ല പ്രപ്പോസൽ കൊളം ആയല്ലോ. അതുകൊണ്ട് തന്നെ ലോറ, അതെന്തായാലും നന്നായി. അല്ല ഇപ്പൊ നീ ആരെ കാണാനാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള്, അതൊരു ടാറ്റൂ ഷോപ്പ് ഓണറാണ്, നീ എന്തായാലും ഇത് അച്ഛനോട് പറയാൻ നിൽക്കണ്ട, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരൂ എന്ന് പറയുമ്പോ ഇവളും, നീ പ്രൊട്ടക്ഷൻ ഒക്കെ യൂസ് ചെയ്യണേ എന്ന് പറഞ്ഞ് ഒരു അഡ്വൈസ് കൊടുത്തിട്ട് പുറത്തിറങ്ങി ഇവളുടെ അമ്മയോടും ആ ഒരു കാര്യം പറയുന്നു. ഏതോ ടാറ്റോ ആർട്ടിസ്റ്റിന്റെ കൂടെ പോവാണെന്ന് അത് കേൾക്കുമ്പോ ഇവരും, അവള് തിരിച്ചു വരുമ്പോ എന്തായാലും വയറ്റിലാക്കിയിട്ടായിരിക്കും വരുന്നത്. അതോടുകൂടി അവളുടെ ഈ കുടുംബത്തിലെ സ്ഥാനവും നഷ്ടപ്പെടും, നിന്റെ സ്ഥാനം പോവുകയില്ല എന്ന് മകളോട് പറയുന്നതെല്ലാം തന്നെ അകത്ത് നിന്ന് നമ്മുടെ വെൻ കേട്ടുകൊണ്ട് നിൽക്കാണ്. അവളെ എന്ത് താഴ്ന്ന രീതിയിൽ നശിച്ചു പോകണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നതെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അതിനുശേഷം ഇവളെ പെട്ടിയൊക്കെ എടുത്ത് അവിടെ നിന്ന് പോവാനായിട്ട് തുടങ്ങുമ്പോ ഒന്നും അറിയാത്ത പോലെ ഇവരും ഇവളുടെ അടുത്തേക്ക് വന്ന്, എങ്ങോട്ട് പോവാ മോളെ എന്ന് ചോദിക്കുമ്പോ ഇവളും ഒന്നും അറിയാത്ത പോലെ തന്നെ, അത് ഞാൻ എന്റെ ഫ്രണ്ട്സുമായിട്ട് ചില്ല് ചെയ്യാൻ പോവാണ് എന്ന് പറയുന്നു. അപ്പൊ അവരും, അതെന്തായാലും നന്നായി മോളെ, നിന്റെ അച്ഛൻ ഇവിടെ ഇല്ല, നീ ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞയക്കുന്നു. അതേപോലെ തന്നെ ലോറയും ഇവൾക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൈമാറുന്നു, വളരെ കെയറോട് കൂടി. പക്ഷെ മനസ്സിൽ മറ്റു പല ലക്ഷ്യങ്ങളാണ്. വെന്നും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ, താങ്ക്സ് സിസ്റ്റർ, നിന്നെ പോലെ ഒരു സിസ്റ്ററിനെ കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഇവിടെ വെന്നിന്റെ ഫാദർ ഫോർച്യൂനായിട്ട് ഒരു മീറ്റിംഗിൽ പങ്കെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ലോറയുടെ അമ്മ വിളിച്ചിട്ട്, വെൻ ഏതോ ടാറ്റോ ഷോപ്പിലെ പയ്യനുമായിട്ട് ഡേറ്റിന് പോയേക്കാണ് എന്ന് പറയുന്നു. അപ്പോ അത് കേട്ട് ഇയാള്, നിനക്ക് അവളെ തടയായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ അവര്, നിങ്ങൾ പറഞ്ഞ തന്നെ നിങ്ങളുടെ മകള് കേൾക്കില്ല, പിന്നെയല്ലേ ഞാൻ പറഞ്ഞാ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് നല്ല പാറ വെന്നിന് വെച്ചു കൊടുത്ത് ഇവര് നല്ല പിള്ളയാവുന്നു. അങ്ങനെ അച്ഛനും ഫൂച്ചനോട് വന്ന് കാര്യം പറയുന്നു. ഇവന്റെ ഹോൾഡ് ഉപയോഗിച്ച് അവളെ കണ്ടെത്തി തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവനും നല്ല ടെൻഷനല്ല, അവളുടെ ലൊക്കേഷൻ അലക്സിനോട് നോക്കാനായിട്ട് പറയുന്നു. നോക്കുമ്പോ കറക്റ്റ് അത് കിട്ടുകയും ചെയ്യുന്നു. പക്ഷെ നമ്മുടെ വെന്നാണെങ്കിൽ ആ ഒരു ഡോക്ടറുള്ള സ്ഥലത്തോട്ട് എത്തിയിട്ട് അവിടെ ഒരു റൂമൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അവളിപ്പോ ഒരു ടാറ്റൂ സ്റ്റിക്കർ എടുത്ത് കയ്യിലൊട്ടിക്കുന്നു. എന്നിട്ട് ബെഡൊക്കെ ഇവളെ മറ്റൊരാളോടൊപ്പം ചെലവിട്ടു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അലങ്കോലപ്പെടുത്തി ഈ ടാറ്റുവിന്റെ ഫോട്ടോയും അതേപോലെ തന്നെ ബെഡിന്റേതും ലോറയ്ക്ക് അയച്ചു കൊടുക്കുന്നു. ഞങ്ങള് മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും ഇവളെ തിരകെ അങ്ങോട്ട് ഫൂച്ചനും എത്തുന്നു. അവനെ അവിടെ കണ്ട് ഇവളെ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. ഇവനോട് പറയാണ്ടാണല്ലോ ഇവളെ ഇങ്ങോട്ട് വന്നതൊക്കെ. അവൻ നേരെ വന്ന് നോക്കുന്നത് അവിടെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നാണ്. ഇവളുടെ കയ്യിലെ ടാറ്റും അതേപോലെ തന്നെ ആ വേസ്റ്റിലുള്ള സാധനമൊക്കെ കണ്ട് ഇവൻ, നീ എന്താലോചിച്ച് അതിനൊക്കെ ഇറങ്ങിയിരിക്കുന്നത്, നിനക്ക് ആരോടെങ്കിലും പ്രണയം ഉണ്ടെങ്കിൽ അതിന് ഞാൻ എതിര് നിൽക്കില്ല, പക്ഷെ അത് ഒരുപാട് ആലോചിച്ചിട്ട് വേണം ചെയ്യേണ്ടത്. നിനക്കിപ്പോ 18 വയസ്സ് മാത്രമേ ഉള്ളൂ, അതിനർത്ഥം ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്യാമെന്നല്ല, നീ ഇപ്പൊ തന്നെ എന്റെ കൂടെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഇവളെ ബലമായി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ വെൻ അവനോടൊപ്പം പോവാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾക്കും അറിയാവുന്നതല്ലേ എന്റെ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്ററും എങ്ങനെയാണ് എന്നോട് നിൽക്കുന്നതെന്ന്. എനിക്ക് അവരുടെ തനി നിറം പുറത്തു കൊണ്ടുവരണം, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് അതിനു വേണ്ടിയിട്ടുള്ള തെളിവുകൾ സംഘടിപ്പിക്കണം. അവരെ എന്റെ അടുത്ത് നിന്ന് വഴിതിരിച്ചു വിടാനായിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിറങ്ങിയത്, അല്ലാതെ എനിക്കൊരു ബോയ് ഫ്രണ്ടും ഇല്ല എന്ന് പറയുമ്പോ ഇവനൊന്ന് കൂളായിട്ട്,
എങ്കിൽ പിന്നെ നിനക്ക് എന്നെ ഹെൽപ്പിന് വിളിക്കായിരുന്നില്ലേ, അവരോട് ഫൈറ്റ് ചെയ്യാൻ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൻ തന്നെയാണല്ലോ പണ്ട് മുതൽ എല്ലാ കാര്യങ്ങളും ഇവൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അവനെ ബുദ്ധിമുട്ടിക്കണ്ട, മാത്രമല്ല ഈ കാര്യങ്ങൾ ഇവൾ തന്നെ ചെയ്യുന്നതാണല്ലോ കൂടുതൽ നല്ലത്, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അവനും അവളുടെ തീരുമാനത്തിനോട് എതിർപ്പൊന്നും പറയുന്നില്ല. അപ്പോ ഇവളും ഹാപ്പി ആയിട്ട് അവനോട് ആ വേസ്റ്റിലുള്ള സാധനം ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടൊപ്പം മാത്രമായിരിക്കും എന്ന് പറയുമ്പോൾ അവനത് കേട്ട് ഇവളെ തല്ലാനായിട്ട് വരുന്നു. അപ്പൊ ഇവള് തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ, ഞാൻ എന്തായാലും എന്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അവനൊന്നും ചെയ്യുന്നില്ല. മേല എന്നോട് ഇങ്ങനത്തെ വർത്താനങ്ങൾ പറയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും നിന്നോടൊപ്പം നിന്റെ ജോലി കഴിഞ്ഞതുവരെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാം എന്ന് പറയുമ്പോൾ ഇവളും ഹാപ്പി ആവുന്നു. അതിനുശേഷം വെൻ ഇവന് ഇടാനൊക്കെ ആയിട്ട് കപ്പിൾസിന്റെ ഒരു ഔട്ട്ഫിറ്റ് ഒക്കെയാണ് മേടിച്ചു കൊടുക്കുന്നത്. ഇവളെ വിചാരിക്കുന്നത് അവനത് ഇഷ്ടപ്പെടില്ല എന്നാണ്, പക്ഷെ അവനത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൻ തന്നെയും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയെന്ന്. ഫോർച്യൂനും ഒരു ചെറു ചിരിയോടെയാണ് ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നത്. അങ്ങനെ അതിനുശേഷം പിറ്റേന്ന് ഇവൾക്ക് ആ ഒരു ഇൻഫർമേഷൻ ഒക്കെ പാസ് ചെയ്യുന്ന ആള് മെസ്സേജ് അയച്ചിട്ട് ആ ഡോക്ടർ ഇപ്പോൾ ഇന്ന സ്ഥലത്തുണ്ട്, വന്നാൽ പെട്ടെന്ന് തന്നെ പിടികൂടാം എന്ന് പറയുമ്പോൾ ഇവളും സോഫയിൽ കിടക്കുന്ന ഫൂച്ചിനെ എഴുന്നേൽപ്പിക്കണ്ട എന്ന് വിചാരിച്ച് ഒറ്റയ്ക്ക് തന്നെ പോകാനായിട്ട് നോക്കുന്നു. പക്ഷെ അവൻ എഴുന്നേറ്റ് ഞാനും നിന്റെ കൂടെ വരാം എന്ന് പറയുമ്പോൾ വെൻ സമ്മതിക്കുന്നില്ല. ഞാൻ തനിയെ പൊക്കോളാം, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം, അപ്പൊ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവളെ നേരെ ആ ഒരു ഡോക്ടറെ കാണാനായിട്ട് വരുന്നു. എന്നിട്ട് ഇവളുടെ ഇവളുടെ അമ്മയുടെ പേര് പറഞ്ഞിട്ട് ഞാൻ അവരുടെ മകളാണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഡോക്ടർ അത് കേട്ട് ഷോക്ക് ആവുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് പതറി എനിക്ക് അങ്ങനെ ആരെയും അറിയില്ല എന്ന് പറഞ്ഞിട്ട് പോവാൻ തുടങ്ങുമ്പോൾ വെൻ നിങ്ങളുടെ കൈകൊണ്ട് മരിച്ച ഒരു സ്ത്രീയെ നിങ്ങൾക്ക് എങ്ങനെ മറക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവരെ വിടുന്നില്ല. അങ്ങനെ അവരെ കൂട്ടിക്കൊണ്ടുപോയി ഇത് നിങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായും ജയിലിൽ പോകാൻ റെഡി ആയിക്കോ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ അവരെ കൊണ്ട് സത്യം തുറന്നു പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ നല്ല ടെൻഷനിൽ ഒന്നും ഇണ്ടാതിരിക്കുകയാണ്. അപ്പോ ഇവളും ഇവളുടെ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് എപ്പോ ഇത് തുറന്നു പറയാൻ തോന്നുന്നോ അപ്പോ നിങ്ങൾ എന്നെ വിളിക്കേ എന്ന് പറഞ്ഞിട്ട് പോവാൻ തുടങ്ങുമ്പോ അവര് വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ എല്ലാം പറഞ്ഞേക്കാം, വർഷങ്ങളായിട്ട് എന്റെ ഉറക്കം കെടുത്തുന്ന കാര്യമാണിത് എന്ന് പറഞ്ഞിട്ട് അവരത് പറയാൻ തുടങ്ങുന്നു. അതായത് ഇവളുടെ അമ്മയുടെ ഡെലിവറി സമയം അടുക്കാറായപ്പോ ഒരു സ്ത്രീ ഇവരെ വന്ന് കണ്ട് 3 മില്യൺ കൊടുത്തിട്ട് ആ ഒരു കുട്ടിയെ നശിപ്പിച്ച് കളയാനായിട്ട് പറഞ്ഞേൽപ്പിച്ചിരുന്നു. പക്ഷെ ഓൾറെഡി തന്നെ ഇവളുടെ അമ്മയ്ക്ക് ഒരു നോർമൽ ഡെലിവറി ആയിരിക്കില്ല എന്ന് ഡോക്ടറിന് അറിയാമായിരുന്നു. പക്ഷെ അത് അവരോട് പറഞ്ഞില്ല, ഇവളുടെ ആ ഒരു സ്റ്റെപ്പ് മദറിനോടാണ് ഇവർ ആ കാര്യം പറയുന്നത്. അപ്പൊ അവരും എന്തു വന്നാലും ആ കുട്ടിയെ കൊന്നു കളഞ്ഞേക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നു. പക്ഷെ ഡെലിവറി സമയത്ത് ഇവളുടെ അമ്മ ഈ ഡോക്ടറിന്റെ കാല് പിടിച്ച് കരഞ്ഞ തന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, തന്റെ കുട്ടിയെ രക്ഷിക്കണമെന്ന് കേൺ അപേക്ഷിക്കുന്നു. സോ അതുകൊണ്ടാണ് അന്ന് ആ ഡോക്ടർ ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയിട്ട് അവരെ മരിക്കാൻ വിട്ടുകൊടുത്തത് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ഇവള് ഫുള്ള് തകർന്നു പോവുകയാണ്. കാരണം ഇവളെ രക്ഷപ്പെടുത്താനായിട്ടാണല്ലോ അമ്മ സ്വന്തം ജീവൻ പോലും വേണ്ട എന്ന് വെച്ചത്. അതറിഞ്ഞ് ഇവള് ഭയങ്കര ഇമോഷണൽ ആയിട്ട് നിങ്ങൾക്ക് പൈസ തന്ന ആ സ്ത്രീ ആരാണ് എന്ന് ചോദിക്കുന്നു. പക്ഷെ അവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇവരെ കാണാൻ വന്നപ്പോഴൊക്കെ അവര് മാസ്കും സൺഗ്ലാസും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു തെളിവായിട്ട് അവരുടെ കാതിലുള്ള ഒരു മറകിനെ കുറിച്ച് പറയുന്നു. എന്നാൽ അത് കേൾക്കുമ്പോൾ ഇവൾക്ക് കറക്റ്റ് ആയിട്ട് അത് ആരാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇവളുടെ സ്റ്റെപ്പ് മദർ തന്നെയാണ് അത്. അവർക്കാണ് കാതില് അങ്ങനെ ഒരു മറകുള്ളത്. അപ്പൊ ഈ ഡോക്ടർ താൻ എവിടെ വേണമെങ്കിലും വന്ന് ഈ സത്യം തുറന്നു പറയാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ വെന്നും അവരോട് ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും വന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഇവളെ തിരിച്ച് റൂമിലേക്ക് വന്ന് ഇവനോട് അറിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്നു. ഞാൻ നാളെ ഒരു കുട്ടിക്ക് ജന്മം നൽകുകയാണെങ്കിൽ തീർച്ചയായും ലൈബ്രറി റൂമിൽ നിങ്ങളും കൂടെ വേണം എന്ന് പറയുമ്പോൾ അവൻ ഇവളെ പറഞ്ഞത് എന്താണ് എന്നൊന്നും മനസ്സിലാവുന്നില്ല. എങ്കിലും ഇവളെ ഇമോഷണൽ ആയിട്ട് ആ ഒരു കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ ഇവനും എന്തൊക്കെയോ പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തുന്നു. അങ്ങനെ അതിനുശേഷം പിറ്റേന്ന് തന്നെ ഇവരെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. വെൻ ഇവളുടെ വീട്ടിലേക്കാണ് വന്നേക്കുന്നത്. പക്ഷെ അച്ഛൻ നല്ല കലിപ്പിലാണ്. വീണ്ടും നീ ഇത്രയും തരം താഴ്ന്ന ഒരു പെണ്ണായിരിക്കുന്നു ഞാൻ വിചാരിച്ചതേ ഇല്ല എന്ന് പറഞ്ഞ് ഇവളെ തല്ലാൻ വരുമ്പോ അയാളൊന്ന് പേടിക്കുന്നു. കാരണം ഫോർച്യൂൻ ഇതിനു മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവളെ ഇനി തല്ലാൻ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ അടിക്കുന്നില്ല. അങ്ങനെ ഇയാള് ഒരുപാട് അവളെ വഴക്ക് പറയുന്ന സമയത്ത് ഇവള് ഞാനങ്ങനെ ആരോടും ഡേറ്റിന് പോയിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ അച്ഛൻ നീ എന്നോട് കൂടുതൽ കള്ളത്തരങ്ങൾ പറയണ്ട, നിന്റെ സിസ്റ്റർ എല്ലാം എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോ വെൻ അവളോട് നീ എന്നെ ഒറ്റിയോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ലോറ എടേ അത് ഞാനത് നിന്റെ നല്ലതിന് വേണ്ടി തന്നെയല്ലേ അച്ഛനോട് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അച്ഛനോട് അച്ഛാ ഇവള് വലുതായില്ലേ, അവളുടെ ഇഷ്ടത്തിന് വിട്ടേക്ക്, അവൾ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറയുമ്പോ അയാള് നല്ല ദേഷ്യം വന്ന് ഇവൾക്കൊരെണ്ണം കൊടുക്കുന്നു. അപ്പൊ അവളുടെ അമ്മ വെന്നല്ലേ തെറ്റ് ചെയ്തത്, അതിന് നിങ്ങളെ ഇവൾ അടിക്കുന്ന എന്തിനാ എന്ന് ചോദിക്കുമ്പോ വെന്നും അതെ അച്ഛാ എന്റെ സിസ്റ്റർ എന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ പറഞ്ഞത്, അവളെനിക്ക് പ്രൊട്ടക്ഷൻ വരെ തന്നാ വിട്ടത്, എന്ത് കരുതല എന്ന് പറയുമ്പോ അച്ഛൻ വീണ്ടും അത് കേട്ട് ഇവൾക്ക് നല്ലത് പൊട്ടിക്കുന്നു. അപ്പൊ ലോറയ്ക്കും നല്ല ദേഷ്യം വന്ന് അച്ഛ ഇവള് ശരിക്കും ഏതോ പയ്യനെ കാണാൻ തന്നെയാ പോയത്, അവൻ അഴിച്ചു കൊടുത്ത ടാറ്റു ഇവളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബലമായിട്ട് അത് അച്ഛനെ കാണിക്കാൻ നോക്കുന്നു. പക്ഷെ വെന്നിന്റെ കയ്യിൽ ഒന്നും തന്നെ തെളിവായിട്ട് ഉണ്ടായിരുന്നില്ല, അത് വേറെ ഒരു സ്റ്റിക്കർ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ വീണ്ടും ലോറ അച്ഛന്റെ മുന്നിൽ നാണം കെടുകയാണ്. അപ്പോ വെന്നും അച്ഛനോട്
അച്ഛ ഇവൾ എന്തൊക്കെയാ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അവിടെ ജസ്റ്റ് ഒരു ട്രിപ്പിനായിട്ട് പോയതാ. പോയപ്പോ അച്ഛന് വേണ്ടി ഒരു സ്പെഷ്യൽ മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ അങ്കിളിനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോ അച്ഛനും ഇവളെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അവളോട്, മോളെ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, സോറി, ഞാൻ ഇപ്പൊ തന്നെ 5 മില്യൺ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ പോയി വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് ലോറയോട് നീ ആണോടെ ഒരു സഹോദരി എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോ വെൻ അടികൊണ്ട് നല്ല ദേഷ്യം വന്ന് നിൽക്കുന്ന ലോറയോട്, എടി നിനക്ക് അച്ഛ അടിച്ചത് വേദനിച്ചോ എന്ന് ചോദിക്കുമ്പോ ഇവളെ ദേഷ്യം കടിച്ചമർത്തി നീ ഇവിടെ നിന്ന് പോയേ എന്ന് പറയുമ്പോ ഇവര് വെനിനോട്, മോളെ ഇവൾക്ക് അച്ഛന്റെ അടി കിട്ടിയതല്ലേ, അതുകൊണ്ടാ ഇത്ര ദേഷ്യം, അതൊന്നും കാര്യമാക്കണ്ട. അല്ല നീ അമ്മയോട് സത്യം പറ, നീ ശരിക്കും ആ പയ്യനോടൊപ്പം തന്നെയാണോ ഉണ്ടായിരുന്നത്, നിങ്ങൾ തമ്മിൽ വല്ലോ നടന്നോ എന്ന് ചോദിക്കുമ്പോ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് ഇവളും, അതെ അമ്മേ എല്ലാം നടന്നു, അച്ഛനോട് പറഞ്ഞേക്കല്ലേ, ഇവളെ തന്ന പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അത് കേൾക്കുമ്പോ ഇവർക്ക് സമാധാനാവുന്നു. ആ ഒരു പ്രൊട്ടക്ഷനിലും ഇവരെ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ എന്തായാലും ഉടനെ തന്നെ പ്രഗ്നന്റ് ആവും. ഈ കുടുംബത്തിൽ നിന്ന് അവളുടെ അച്ഛൻ തന്നെ അവളെ അടിച്ച് പുറത്താക്കും എന്നൊക്കെ ഇവര് പ്ലാൻ ചെയ്യുന്നു. അതെല്ലാം തന്നെ മുകളിൽ നിന്ന് ഇവളും കേൾക്കുന്നു. ഉടനെ തന്നെ എന്തായാലും ഒരു ഫേക്ക് ആയിട്ടുള്ള പ്രഗ്നൻസി ക്രിയേറ്റ് ചെയ്യണമെന്ന് ഇവളും തീരുമാനിക്കുന്നു. അതിനുശേഷം ഇവൾ നാളെ മുതൽ പുതിയ കോളേജിൽ പഠിക്കാനായിട്ട് പോവാണ്. ഹോസ്റ്റലിൽ തന്നെയാണ് താമസിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇവള് അവരെ ഡ്രോപ്പ് ഒക്കെ ചെയ്യാനായിട്ട് ഫൂഷിനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ തനിക്ക് വേറെ ജോലിയുണ്ട്, വേറെ ആരെങ്കിലും പറഞ്ഞയക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം പിറ്റേന്ന് ഇവളും അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവൻ പറഞ്ഞയച്ച ആള് തന്നെയാണ് ഇവളുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് കോളേജിൽ കൊണ്ടാക്കുന്നത്. ഫൂച്ചൻ വരാത്തത് കൊണ്ട് തന്നെ ഇവൾക്ക് നല്ല ദേഷ്യവും പരിഭവവും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇവളും ആ ഒരു ലഗേജ് ഒക്കെ ആയിട്ട് അകത്ത് കയറി പോകാൻ തുടങ്ങുമ്പോൾ ഇവളോട് അവിടുത്തെ സീനിയർ പിള്ളേര് വന്നിട്ട്, എന്താ മോളെ ഞങ്ങൾ സഹായിക്കണോ, ഞങ്ങൾ ഇത് എടുത്തു തരാം എന്ന് പറഞ്ഞ് ഇവളുടെ ലഗേജിൽ വന്ന് പിടിക്കുമ്പോ, അയ്യോ വേണ്ട ഇത് ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്നുണ്ടെങ്കിലും അവര്, നിനക്ക് ഇവിടുത്തെ വഴിയൊന്നും പരിചയമില്ലല്ലോ, ഞങ്ങൾ തന്നെ കൊണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അതിൽ പിടിവലിയാവുന്നു. പക്ഷെ അപ്പോഴേക്കും ഫൂഷൻ അങ്ങോട്ടേക്ക് വന്ന്, വേണ്ട അനിയന്മാരെ ഈ ലഗേജ് എടുക്കാൻ വേറെ ആളുണ്ട് എന്ന് പറയുമ്പോ ഇവനെ കണ്ട് ഇവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നു. ഇവളും അപ്പൊ അവരോട്, ഇതെന്റെ ബോയ് ഫ്രണ്ട് ആണ്, ഇവിടുത്തെ സീനിയർ വിദ്യാർത്ഥിനി ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവര് അകത്തേക്ക് പോകുന്നു. ഇവൻ ഇവളെ കൊണ്ടാക്കാൻ വരില്ല എന്ന് പറഞ്ഞെങ്കിലും ഇപ്പൊ വന്നത് കൊണ്ട് തന്നെ ഇവള് ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ അതിനുശേഷം ഫൂച്ചൻ തന്നെ വെന്നിനെ അവളുടെ ഹോസ്റ്റൽ മുറിയിലേക്ക് കൊണ്ടാക്കുന്നു. അവിടെ ഇവൾക്കൊരു റൂംമേറ്റ് ആയിട്ട് മറ്റൊരു സ്റ്റുഡന്റും കൂടിയുണ്ട്, അവളുടെ പേര് ജിയ. വെൻ അവളോട് പോയി പരിചയപ്പെടുന്നൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു പെണ്ണിനെ കാണുന്ന സമയത്ത് അവളുടെ നോട്ടമൊന്നും അത്ര പന്തിയല്ല എന്ന് ഫൂച്ചന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ വെനിനോടും, നീ ആ പെണ്ണിനോട് അത്ര കൂട്ടുവിടാൻ പോകണ്ട, ഒരു ശ്രദ്ധ എപ്പോഴും വേണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നു. അങ്ങനെ അവളും ഓക്കെ പറഞ്ഞ് ഇവര് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഇവള് ഫോൺ റൂമിൽ വെച്ച് മറന്നുപോയി. സോ അതുകൊണ്ട് ഇവളത് എടുക്കാനായിട്ട് തിരിച്ച് റൂമിലേക്ക് പോകുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ നേരത്തെ കണ്ട ഈ ബോയ്സ് നമ്മുടെ വെനിന്റെ കാലിനെ പറ്റി കമന്റ് അടിക്കുന്നു. എന്ത് നല്ല കാലാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വൾഗറായിട്ട് സംസാരിക്കുന്നു. പക്ഷെ അത് അവള് കേൾക്കുന്നില്ല, എന്നാൽ ഫൂച്ചൻ കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ നല്ല ദേഷ്യമാണ് ഇവൻ അവർക്കിട്ട് നല്ലത് പൊട്ടിക്കുന്നു. ഇവള് തിരിച്ചു വരുമ്പോൾ കാണുന്നത് അടികൊണ്ട് ഇവര് രണ്ടുപേരും തറയിൽ കിടക്കുന്നതാണ്. എന്താ പറ്റിയതെന്ന് ഇവള് വന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഇവൻ അവന്റെ കോട്ടൂരി അവൾക്ക് ഇട്ടുകൊടുത്തിട്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. അപ്പോ അവരെ തന്നെ ഇവന്റെ കൈയൊക്കെ മുറിഞ്ഞിരിക്കുന്നത് ഇവളെ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് അവള് തന്നെ പോയി മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവന്റെ ആ ഒരു മുറിവിലൊക്കെ വെച്ചു കൊടുക്കുന്നു. ആ ഒരു സമയത്തും ഇവൾ അവനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അവരെ തല്ലിയതെന്ന്. പക്ഷെ ഇവൻ പറയുന്നത് അത് ഞാൻ എന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്തതാണ് എന്നാണ്. എന്നാൽ ഇവൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, തന്നെ കുറിച്ച് എന്തോ പറഞ്ഞിട്ട് തന്നെയാണ് ഇവൻ അടിച്ചത് എന്ന്. എന്നാൽ അപ്പോഴേക്കും ഫൂച്ചനെ അവന്റെ അച്ഛന്റെ അസിസ്റ്റന്റ് വിളിച്ചിട്ട് അച്ഛൻ സുഖമില്ലാതെ ഹോസ്പിറ്റലാണ്, പെട്ടെന്ന് ഇങ്ങോട്ട് വരാനായിട്ട് പറയുന്നു. അങ്ങനെ ഇവനും അത് ഇവളോട് പറഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഇവളുടെ കഴിഞ്ഞ ലൈഫില്, അതായത് ഇവന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താണ് അദ്ദേഹം ഇവനോട് ഒരു ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ ആയിട്ട് പോകാൻ ആവശ്യപ്പെടുന്നത്, ഒരു കല്യാണം കഴിക്കാനൊക്കെ ആയിട്ട് പറയുന്നത്. അച്ഛന് സുഖമില്ലാതെ കിടന്നത് കൊണ്ട് തന്നെ ഇവനും അതിനെ നോ പറയാൻ സാധിച്ചിരുന്നില്ല. സോ അന്ന് അവൻ ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ പോയിരുന്നു. പക്ഷെ ഇപ്പൊ ഇവൾക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവളും അവനെ അങ്ങനെ ഒരു ഡേറ്റിന് വിടാതിരിക്കാനായിട്ട് ഞാനും കൂടെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഫൂച്ചൻ ഇവള് ഫസ്റ്റ് ഡേ വന്നതല്ലേ ഉള്ളൂ, സോ ക്ലാസ് ഒന്നും മുടക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇവളെ അവിടെ ആക്കിയിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അതിനുശേഷം ഇവൻ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് അച്ഛന് കുറച്ചു നാൾ കഴിഞ്ഞ് മാത്രമേ ബെഡിൽ എഴുന്നേൽക്കാൻ സാധിക്കൂ, ചിലപ്പോൾ എഴുന്നേറ്റില്ലെന്നും വരാം. അതുകൊണ്ട് തന്നെ ഇവനോട് അദ്ദേഹത്തിന് ഒരു അവസാന ആഗ്രഹമായിട്ട് അവിടുത്തെ ഒരു വലിയ ഫാമിലിയിലെ പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് പറഞ്ഞ് ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ ആവശ്യപ്പെടുന്നു. ഇവന് നോ പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അച്ഛനോട് ഞാൻ പോകാം എന്ന് പറഞ്ഞിട്ടാണ് വെളിയിലേക്ക് വരുന്നത്. എങ്കിലും ഇവന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ആ ഒരു വിവാഹത്തിനോടൊന്നും ഇവന് യാതൊരുവിധ താല്പര്യമില്ല. അങ്ങനെ ഇവൻ വളരെ ശോകത്തിലിരിക്കുന്ന സമയത്ത് കറക്റ്റ് വെൻ ഇവന്റെ അടുത്തേക്ക് വന്ന് അവൾക്കിപ്പോ അവൻ അനുഭവിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ അറിയാലോ, അതുകൊണ്ട് തന്നെ അവനെ ആശ്വസിപ്പിച്ച് എന്തു വന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവൻ പെട്ടെന്ന് അവളെ ഹഗ് ചെയ്ത്, എന്തിനാ നീ ഇങ്ങനെ എന്നെ പ്രൊവോക്ക് ചെയ്യുന്നത്, എന്റെ ഫ്യൂച്ചറും കൂടി ഞാൻ കാരണം ഇല്ലാതാവുകയുള്ളൂ, അതിനിടയാക്കുന്നത് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ ഇവള്, എന്റെ ഫ്യൂച്ചർ പൂർണ്ണമാകുന്നതും എന്തെങ്കിലും അർത്ഥം ഉണ്ടാവുന്നതും ഒക്കെ നിങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ്,
ഞാൻ നിങ്ങളെ ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ താല്പര്യമാണ് എന്നൊക്കെ പറഞ്ഞത് ഒരുപാട് ആഴത്തിൽ ചിന്തിച്ചിട്ട് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവള് ഇനി എന്ത് വന്നാലും നമ്മളത് ഒരുമിച്ച് തന്നെ നേരിടും എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ നിന്ന് പ്രോമിസ് വാങ്ങുമ്പോൾ അവനും ഇതുവരെയുള്ള എല്ലാ പേടിയും ചിന്തകളും ഒക്കെ മാറ്റി ഇവൾക്കും ആ ഒരു പ്രോമിസ് കൊടുക്കുന്നു. ആ സമയത്ത് ഇവള് അവനെ കിസ് ചെയ്യുമ്പോൾ അവനും ഇവളെ കിസ് ചെയ്യുന്നു ഫസ്റ്റ് ടൈം. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോ വെന്നും ലിന്നും കോളേജ് ക്യാൻറ്റീനിൽ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിന്നും ആ ഒരു കോളേജിൽ തന്നെയാണ് അഡ്മിഷൻ വാങ്ങിച്ചേക്കുന്നത്. പക്ഷെ ഇവര് ഒരു റൂമിലല്ല താമസിക്കുന്നത്. ആ ഒരു സമയത്ത് ഈ ജിയ വെനിനെ പാത്തും പതുങ്ങിയൊക്കെ വാച്ച് ചെയ്യുന്നത് വെൻ ശ്രദ്ധിക്കുന്നു. അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഒന്നെങ്കിൽ ഇത് ലോറയോ അല്ലെങ്കിൽ അവളുടെ അമ്മയോ ഏർപ്പാട് ചെയ്ത വ്യക്തിയാണെന്ന്. അവർക്ക് വേണ്ടത് ഇവള് പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന കാര്യം അറിയണമല്ലോ. സോ അതിനായിട്ടാണെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നു. അപ്പോ വെന്നും അവള് പ്രഗ്നന്റ് ആണ് എന്ന് തോന്നിപ്പിക്കാനായിട്ട് വൊമിറ്റ് ചെയ്യുന്ന പോലെ കാണിക്കാൻ തുടങ്ങുന്നു. അതെല്ലാം തന്നെ ഇവളും വിശ്വസിച്ച് അതൊക്കെ ഫോട്ടോ എടുത്ത് ലോറയ്ക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ഒരു ന്യൂസ് വൈറൽ ആവുകയാണ്. അതായത് ഫോർച്യൂൺ അവന്റെ അച്ഛൻ പറഞ്ഞ ആ ഒരു കുടുംബത്തിലെ പെൺകുട്ടിയായിട്ട് ബ്ലൈൻഡ് ഡേറ്റിന് പോയി അവര് വിവാഹിതരാവാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കണ്ട് ഇവള് നല്ല ഷോക്ക് ആവുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ദേഷ്യം വരികയാണ്. ഇന്നലെ ആണല്ലോ ഇവൾക്ക് ഒരു പ്രോമിസ് ഒക്കെ കൊടുത്തത്. അങ്ങനെ ഇവള് ദേഷ്യപ്പെട്ട് അത് അവനോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോവാൻ തുടങ്ങുമ്പോൾ കറക്റ്റ് അവൻ ഇവളെ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ നിൽക്കാണ്. അതും ഇവള് കൊടുത്ത ആ ഒരു ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട്. സോ ഇവള് നല്ല ദേഷ്യത്തിലാണെന്ന് ഇവനും മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ഇവളോട് അവളുടെ ആ ഒരു ദേഷ്യമൊക്കെ മാറ്റാനായിട്ട് നീ ഇന്ന് വൈകിട്ട് എന്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നിനക്ക് ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്ത് തരാം എന്ന് പറയുമ്പോൾ ഇവളും നല്ല ഹാപ്പി ആയിട്ട് അവനോട് വരാമെന്ന് പറയുന്നു. അങ്ങനെ അന്ന് നൈറ്റ് ഇവന്റെ വീട്ടിലേക്ക് പോവാനായിട്ട് ഇപ്പോ ഇവള് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ജിയ അത് നോട്ട് ചെയ്തിട്ട് അല്ല നീ ഈ സമയത്ത് എങ്ങോട്ട് പോവോ? അവളുടെ ചോദ്യത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് തന്നെ അത് ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവാ, നീ ഇതാരോടും പറയാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ഇവളും അത് വിശ്വസിക്കുന്നു. അപ്പോ താഴെ ഫൂച്ചൻ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ആ ഒരു സമയത്ത് അവിടുത്തെ മറ്റു പെൺകുട്ടികളൊക്കെ ഇവനോട് വന്ന് കൊഞ്ചി നിങ്ങളെ കാണാൻ എന്ത് സൂപ്പറാണ്, ഒന്ന് നമ്പർ തരോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കാണ്. അത് കണ്ടുകൊണ്ട് വരുന്ന വെന്നിന് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. നല്ല ജലസായിട്ട് ഓടി വന്ന് അവളുമാരെയൊക്കെ തട്ടിക്കളഞ്ഞ് ഇവന്റെ അടുത്തേക്ക് വന്ന് നിങ്ങളെ കൂടുതൽ വായി നോക്കണ്ട, എല്ലാരും ഇവിടെ നിന്ന് പോയേ എന്ന് പറയുമ്പോ അവരിവളോട് അത് പറയാൻ നീ ആരാടി എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവള് ഒരു മറുപടി പറയാൻ വരുന്നതിന് മുന്നേ തന്നെ ഫോർച്യൂൺ അവരോട് ഇതെന്റെ ഗേൾഫ്രണ്ട് ആണ് എന്ന് പറയുന്നു. അത് കേട്ട് വെൻ പോലും പകച്ചു പോവുകയാണ്. ഇവ ഫസ്റ്റ് ടൈം ആണല്ലോ അവളെ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവരെല്ലാരും അവിടെ നിന്ന് പോകുന്നു. അപ്പോ ഇവനോട് അല്ല ശരിക്കും നിങ്ങളുടെ അച്ഛൻ പറഞ്ഞ പെൺകുട്ടിയെ കാണാൻ പോയോ എന്ന് ചോദിക്കുമ്പോ ഇവൻ അതെ ഞാൻ പോയി, അവളോട് ഇനി എന്റെ പിറകെ നടക്കണ്ട, എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്ന് പറയാൻ പോയതാണ് എന്ന് പറഞ്ഞിട്ട് ഇവളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം അവൻ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് അവൾക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാനായിട്ട് കൊടുക്കുന്നു. ഇവളും ആക്രാന്തം പിടിച്ച് അതെല്ലാം തന്നെ കഴിക്കുന്നു. അപ്പൊ അത് കണ്ട് ഫോർച്യൂൺ നീ ഇത്ര വെപ്രാളം കാണിക്കാൻ ഇവിടെ മത്സരമൊന്നും നടക്കുന്നില്ല എന്ന് പറയുമ്പോ ഇവള് ഈ ഫുഡൊക്കെ ഹോസ്റ്റൽ ഫുഡിനേക്കാൾ എന്ത് ഭയങ്കര ടേസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഫ്യൂച്ചറില് എനിക്ക് എന്ന് ഇതുപോലെ ഉണ്ടാക്കി തരണേ എന്ന് പറയുമ്പോ അവനും അതൊക്കെ തരാം, പക്ഷെ തിരിച്ച് അതിനൊക്കെ എനിക്കെന്ത് കിട്ടും എന്ന് ചോദിക്കുമ്പോ ഇവള് അത് ഞാൻ രാത്രി തന്നോളാം എന്ന് പറയുമ്പോ ഇവൻ അവളുടെ തലക്കൊരെണ്ണം കൊടുത്തിട്ട് നീ എന്നെ സ്റ്റഡീസ് ചെയ്യാൻ നോക്കാണല്ലേ, പക്ഷേ ഈ ഫുൾ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകുന്നു. അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ഇവള് അന്തം വിട്ടു പോവുകയാണ്. ആദ്യമായിട്ടാണല്ലോ ഇതൊക്കെ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തന്നെ അവൾക്ക് കൺഫ്യൂഷൻ ആവുകയാണ്. അതിനുശേഷം ഇവളെ തിരിച്ച് ഹോസ്റ്റലിൽ കൊണ്ട് വിടുമ്പോഴും കിസ്സൊക്കെ കൊടുത്തിട്ടാണ് പറഞ്ഞയക്കുന്നത്. ഒരു അങ്കിൾ കോൺസെപ്റ്റ് ഒക്കെ മാറ്റി അവനൊരു പക്ക ബോയ് ഫ്രണ്ട് ആയി കഴിഞ്ഞു. അവൾക്കും ഇവൻ ഇങ്ങനെയൊക്കെ തന്നോട് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നു. അതിനുശേഷം ഇവള് റൂമിലെത്തിയിട്ട് ജിയെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് കഴുത്തില് പല അടയാളങ്ങളും വരുത്താണ്. അവളുടെ ബോയ് ഫ്രണ്ടിനോടൊപ്പം ക്ലോസ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് കാണിക്കാനായിട്ട്. കറക്റ്റ് ആ ഒരു മാർക്ക് ശ്രദ്ധിച്ച് ജിയെയും അങ്ങോട്ട് വന്ന് വെനിനോട് ഇതെന്ത് പറ്റിയതാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവള് നാണിച്ച് ഇതെന്റെ ബോയ് ഫ്രണ്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വോമിറ്റിംഗ് വരുന്നത് പോലെ കാണിക്കുന്നു. അപ്പൊ അത് കണ്ട് ജിയ അല്ല നിനക്ക് എപ്പോഴും ഇങ്ങനെ വോമിറ്റിംഗ് വരുന്നുണ്ടല്ലോ, നീ പ്രഗ്നന്റ് ആണോ, ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറയുമ്പോൾ ഇവളും അങ്ങനെ ആയിരിക്കോ എന്ന് ഷോക്കായിട്ട് ചോദിക്കുമ്പോൾ ജിയ പറയാൻ പറ്റില്ല, പലപ്പോഴും നീ നിന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ആയിരുന്നില്ലേ, എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാ, അത് ഞാൻ തന്നെ വാങ്ങിച്ചുകൊണ്ട് തരാം എന്ന് പറയുമ്പോൾ വെനും താങ്ക്സ്, പക്ഷെ നീ ഇത് ആരോടും പറയാൻ പാടില്ല, ആരെങ്കിലും അറിഞ്ഞാല് എന്റെ കരിയർ തന്നെ നഷ്ടപ്പെടും, എന്റെ ഫാമിലി സ്റ്റാറ്റസ് നഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ ഇവള് ഇല്ല ഞാനിത് ആരോടും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അത് വാങ്ങിക്കാനായിട്ട് പോകുന്നു. പക്ഷെ അവള് പോയതിനു ശേഷം വെൻ ഇവളുടെ ഫോൺ റെക്കോർഡർ ഓൺ ആക്കി വെച്ചിട്ട് എന്തായാലും ജിയ ഈ കാര്യങ്ങളൊക്കെ ലോറയെ വിളിച്ച് അറിയിക്കുമല്ലോ, അതിനായിട്ട് ഇവള് ഫോണിൽ റെക്കോർഡിംഗ് ഓൺ ചെയ്ത് വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പെപ്സി ബോട്ടിലും എടുത്ത് ബാത്റൂമിലേക്ക് പോകുന്നു. കുറച്ചു കഴിയുമ്പോൾ ഇവളും ടെസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ബാത്റൂമിൽ ഉണ്ടായിരുന്ന വെനിനെ ഏൽപ്പിക്കുന്നു. അതിനുശേഷം ആ കാര്യങ്ങളൊക്കെ തന്നെ ലോറയെ
വിളിച്ച് പറയുകയും ചെയ്യുന്നു. പക്ഷെ വെന്നകത്ത് അവള് നേരത്തെ എടുത്തോണ്ട് പോയ ആ ഒരു പെപ്സി വെച്ചിട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള പോസിറ്റീവ് റിപ്പോർട്ട് തന്നെ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഭയങ്കര പേടിച്ച് ഷോക്കായി അഭിനയിച്ച് ജിയയുടെ അടുത്തേക്ക് ഓടി വന്ന് എടി ഇത് പോസിറ്റീവ് ആയി, ഞാൻ പ്രഗ്നന്റ് ആണെന്നാ തോന്നുന്നത് എന്ന കാര്യം പറയുന്നു. അപ്പൊ ജിയ അത് വിശ്വസിച്ച് അയ്യോ ഇനി നമ്മള് എന്ത് ചെയ്യും, നിന്റെ വീട്ടിൽ അറിയിച്ചാലോ എന്ന് ചോദിക്കുമ്പോ വെൻ അതൊന്നും ശരിയാവില്ല, ഞാൻ ഇവിടെ നിന്ന് പോവാ എന്ന് പറഞ്ഞിട്ട് പോവാൻ തുടങ്ങുമ്പോ ഡോറിന് വെളിയിൽ സ്റ്റുഡൻസ് ഒക്കെ അകത്തിവിടെ പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കാണ്. അവരോടൊക്കെ ഇതിനു മുന്നേ തന്നെ ജിയ ഇവിടെ പ്രഗ്നന്റ് ആണ് എന്ന കാര്യം അറിയിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിന്റെ ഇടയിലെല്ലാം പാട്ടായതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രിൻസിപ്പലിന്റെ റൂം വരെ എത്തിയിരിക്കാണ്. വെന്നിന്റെ ഫാദറിനെയും ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചത് കൊണ്ട് തന്നെ അയാള് വീണ്ടും ഇവളോട് ഒന്നും ചോദിക്കാനോ പറയാനോ നിൽക്കുന്നില്ല. വന്ന് ഇവള് നല്ലത് പൊട്ടിക്കാണ്. കൂടെ തന്നെ ലോറയും അമ്മയും ഉണ്ട്. അവർക്ക് അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നു. പക്ഷെ ഇവളുടെ ഫാദർ അയാളുടെ റെപ്യൂട്ടേഷൻ ഇല്ലാതായി എന്ന കാര്യം പറഞ്ഞിട്ടാണ് ബഹളം ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് മകളോടുള്ള ഒരു കരുതൽ കാരണം ഒന്നുമല്ല. മാത്രമല്ല അവിടെ വെച്ച് ഈ ജിയ പ്രിൻസിപ്പലിനോട് ഇവൻ എല്ലാ ദിവസവും ബോയ്ഫ്രണ്ട് ആയിട്ട് കറങ്ങാൻ പോയതാണ്, ഞാൻ സാക്ഷിയാണ് എന്ന് പറഞ്ഞ് ഒറ്റുന്നു. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പലും നമ്മുടെ വെനിനോട് ഇനി ആ കോളേജിൽ തുടരണ്ട, പഠിത്തം നിർത്തി വീട്ടിൽ പൊക്കോളാനായിട്ട് പറയുന്നു. അപ്പൊ അച്ഛനും എന്താന്ന് വെച്ചാൽ എടുത്തോ, നീ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് വന്ന, നീ ഇനി വീട്ടിൽ കിടന്നാൽ മതി, നിന്നെ പഠിക്കാൻ വിട്ടതാ, ഞാൻ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞ് ഇവളെ ഓരോന്ന് പറയുമ്പോ ഇവള് പറയുന്നത് കേൾക്കാൻ പോലും ആരും തയ്യാറാവുന്നില്ല. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ ഫൂജൻ അങ്ങോട്ട് എത്തുന്നു. തെളിവൊന്നും ഇല്ലാതെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇവിടെ നിന്ന് ഇവളെ പുറത്താക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവനൊരു ഡോക്ടറെയും കൂട്ടിയിട്ടാണ് വരുന്നത് സത്യാവസ്ഥ തെളിയിക്കാനായിട്ട്. എല്ലാവരുടെയും പെർമിഷനോട് കൂടി തന്നെ അവരും അവളെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നു. പക്ഷെ ലോറയും അവരുടെ കൂടെ ചെല്ലുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ ആദ്യം അറിഞ്ഞ് സന്തോഷിക്കാനായിട്ട്. അങ്ങനെ ഡോക്ടറും വെന്നിനെ ചെക്ക് ചെയ്തിട്ട് ഇവളെ പ്രഗ്നന്റ് ഒന്നും അല്ല എന്ന് പറയുമ്പോൾ ഇവൾക്ക് അത് വിശ്വസിക്കാനാവുന്നില്ല. അപ്പോ അത് കണ്ട് ഡോക്ടർ തന്നെ നിങ്ങൾ പോസിറ്റീവ് ആണ് എന്ന മറുപടി കേൾക്കാനാണോ കാത്തിരുന്നത്, സ്വന്തം സിസ്റ്റർ പ്രഗ്നന്റ് ആവാനാണോ നിങ്ങൾ ആഗ്രഹിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് പെട്ടെന്ന് അയ്യോ അതൊന്നും അല്ല, ഇനി ഇതിന്റെ പേരിൽ ഫ്യൂച്ചറിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് കരുതിയാ ഞാൻ ഇത്ര കരുതലെടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവള് വീണ്ടും ബ്ലഡ് ടെസ്റ്റ് എടുത്ത് ഡോക്ടറെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കുന്നു. അപ്പോഴും റിസൾട്ട് നെഗറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവളുടെ പ്രതീക്ഷകളാകെ അസ്തമിച്ച വിഷമത്തില് നേരെ ഇവരുടെ അടുത്തേക്ക് വന്ന് ഇവളെ പ്രഗ്നന്റ് അല്ല എന്ന് വളരെ ശോകത്തില് പറയുന്നു. അത് കേൾക്കുമ്പോൾ അച്ഛന് തൃപ്തിയാവുന്നു. അപ്പൊ പ്രിൻസിപ്പളും വെനിനോട് പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ, ഇനി നീ എന്തായാലും ക്ലാസ്സിലോട്ട് പോവാനായിട്ട് പറയുന്നു. അപ്പൊ വെൻ ആര് പറഞ്ഞു പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചെന്ന്, പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ജിയ നേരത്തെ ആരെയോ വിളിച്ച് ഇവളെ പ്രഗ്നന്റ് ആണ് എന്ന കാര്യം അറിയിച്ചിരുന്നല്ലോ. സോ ആ ഒരു റെക്കോർഡിങ് എല്ലാവരെയും കേൾപ്പിക്കുന്നു. ഓപ്പോസിറ്റ് സംസാരിക്കുന്ന ആളുടെ വോയിസ് അതിലില്ല. എന്നിട്ട് വെൻ ജിയയുടെ അടുത്ത് ഇത് നീ ആർക്ക് വേണ്ടിയിട്ടാ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ലോറ ഇവളെ കണ്ണ് കാണിക്കുന്നത് കൊണ്ട് തന്നെ ജിയ അത് ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞതാണ്, എന്നെ ആരും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനൊന്നും ഏൽപ്പിച്ചിട്ടില്ല, എനിക്ക് നിന്നോട് അസൂയ ഉള്ളത് കൊണ്ട് നിന്റെ റെപ്യൂട്ടേഷൻ തകർക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് ലോറയെ അവളെ ചതിക്കുന്നില്ല. വെൻ ഒരുപാട് ഇവളുടെ പിന്നിലുള്ള ആളെ പുറത്തു കൊണ്ടുവരാൻ നോക്കുന്നുണ്ടെങ്കിലും ജിയ വ്യക്തമായിട്ട് ഒരു മറുപടി കൊടുക്കുന്നില്ല. ഇപ്പോ ഇവിടെ ജിയ തെറ്റുകാരി ആയതുകൊണ്ട് തന്നെ പ്രിൻസിപ്പല് ഇവളെ ആ ഒരു കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കുന്നു. അവളും വളരെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അതിനുശേഷം ഫൂച്ചൻ ഇവരോടെല്ലാം തന്നെ വെനിനോട് മാപ്പ് ചോദിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അച്ഛനും സ്റ്റെപ്പ് മദറും ഒക്കെ പെട്ടെന്ന് തന്നെ ഇവളോട് മാപ്പ് ചോദിക്കുന്നുണ്ടെങ്കിലും ലോറ അതിന് തയ്യാറാവുന്നില്ല. മടിച്ചു നിൽക്കാണ് നല്ല ദേഷ്യത്തില്. അവസാനം ഇവളുടെ അമ്മ പുറകിന്ന് പോയി ഉന്തിത്തള്ളി വിട്ടിട്ടാണ് ഇവള് മാപ്പ് ചോദിക്കുന്നത്. അങ്ങനെ അതിനുശേഷം ഈ ലോറയുടെ വോയിസ് ആ ഒരു റെക്കോർഡിംഗിൽ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ വെൻ വളരെ നിരാശയിലാണ്. കാരണം അവളെ കൈയോടെ പിടികൂടാൻ പറ്റിയ ഒരു അവസരമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഫൂഷനോട് അതിനെപ്പറ്റി പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനും ഇവളെ ആശ്വസിപ്പിച്ചു, നിന്നെ കൊണ്ട് എന്തായാലും നിന്റെ സ്റ്റെപ്പ് മദറിനെയും സ്റ്റെപ്പ് സിസ്റ്ററിനെയും മുഖം മൂടി ഉടനെ തന്നെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഉടനെ തന്നെ ഇവളുടെ ബർത്ത്ഡേ വരാൻ പോവാണ്. സോ ആ ഒരു ഫംഗ്ഷൻ ഇവര് ഒരുമിച്ച് ആഘോഷിക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. അപ്പോ ഇവിടെ അച്ഛൻ വീട്ടിൽ വന്നിട്ട് ലോറയോട് നാളെ മുതൽ നീ കമ്പനിയിലോട്ട് വരണ്ട എന്ന് പറയുന്നു. കാരണം ഇവളാണ് അച്ഛനോട് പ്രഗ്നന്റ് ആണ് എന്ന കാര്യം പറയുന്നതും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇയാളെ എരികയറ്റി അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ അവളെ തല്ലുന്ന രീതിയിൽ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ പ്രവൃത്തി കൊണ്ട് ഇനിയും ഫൂജിനെ വെറുപ്പിച്ചാൽ അത് തന്നെ കമ്പനിയാണല്ലോ ബാധിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവളോട് നീ നാളെ മുതൽ എന്തായാലും കമ്പനിയിൽ വരണ്ട എന്ന് പറഞ്ഞിട്ട് പോകുന്നു. പക്ഷെ ഇവൾക്ക് നല്ല ദേഷ്യം നമ്മുടെ വെനിനോടും ഫൂജിനോടും തോന്നാണ്. കറക്റ്റ് സമയത്ത് വെനിനെ ആ സമയത്ത് ഒന്ന് രക്ഷപ്പെടുത്തിയത് അവനാണല്ലോ. അങ്ങനെ അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോ വെനിന്റെ ബർത്ത്ഡേ ദിവസമാണ്. അതിന്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഫൂജിന്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൂജിന്റെ അച്ഛനും പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അദ്ദേഹവും ഇവൾക്ക് ഒരു സ്പോർട്സ് കാറാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. പക്ഷെ ഫൂജൻ ഒരു മന്ത്രങ്ങൾക്ക് എഴുതിയ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സംഭവമാണ് കൊടുക്കുന്നത്, വലിയ ഗിഫ്റ്റ് ഒന്നും അല്ല. അപ്പൊ അച്ഛൻ വരെ അത് കണ്ട് ഇവനെ കളിയാക്കുന്നുണ്ട്, ഒരു ബർത്ത്ഡേക്ക് ഇതാണോ ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്ന് ചോദിച്ച്. പക്ഷെ ആ ഒരു കാര്യം ഇവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. കാരണം ഇവൻ കുറച്ച് അധികം തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സംഭവം ഇവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. കഴിഞ്ഞ ഇവളുടെ ആ ഒരു ലൈഫിലും ഇവൻ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഇവൾക്ക് ഇത് കൊടുത്തിരുന്നു. പക്ഷെ ഇവൾക്ക് അന്ന് അതിന്റെ മൂല്യം അറിയാതിരുന്നത് കൊണ്ട് തന്നെ അന്ന് ഇവള് അത് വേസ്റ്റിലിടായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോ ഇവൻ അവളോട് എത്ര കെയർ ഉള്ളത് കൊണ്ടാണ് തനിക്കിത് തന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് എന്ന കാര്യം നല്ല പോലെ അറിയാം.
അറിയാം. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇവര് രണ്ടുപേരും റൂമിലെത്തി വെൻ ഇവനോട് ഇനിയെങ്കിലും നമുക്ക് ഒരുമിച്ച് ചെലവിടാം എന്നൊരു കാര്യം പറയുമ്പോൾ അവനും അത് സമ്മതിച്ച് ഇവര് നല്ല റൊമാൻറ്റിക് ആവുന്നു. പക്ഷെ വിവാഹത്തിന് മുന്നേ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വലിയ തെറ്റ് തന്നെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഫൂഷൻ അതിന് പിന്മാറുന്നു. വെൻ നല്ല മുൻകൈ എടുത്ത് നിൽക്കാണ്. പക്ഷെ വെൻ പറയുന്നതിനോട് ഫൂഷൻ യോജിക്കുന്നില്ല. എന്നാൽ അതേ സമയം തന്നെ ഇവന്റെ ആ റൂമിന്റെ പുറത്ത് ഇവന്റെ അച്ഛൻ വരുന്നു. ഇവൻ ഫോൺ മറന്നു വെച്ചത് കൊണ്ട് തന്നെ അത് കൊടുക്കാനായിട്ട്. അപ്പൊ പെട്ടെന്ന് എവിടെയോ അവളെ ഒളിപ്പിച്ചിട്ട് ഫൂഷൻ വന്ന് ഡോർ തുറക്കുന്നു. അപ്പോ അച്ഛൻ ഇവനോട് വെൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ അപ്പോഴേ റൂമിലോട്ട് പോയി എന്ന് ഇവൻ അച്ഛനോട് പറയുന്നു. അപ്പൊ അച്ഛൻ ഇവനോട് അല്ല നിനക്കിപ്പോ എന്താ പതിവില്ലാത്ത ഒരു സന്തോഷം, നിനക്ക് ഗേൾ ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും ഉണ്ടെന്ന് അച്ഛനോട് പറയുന്നു. അച്ഛൻ ഇവന്റെ ഗേൾ ഫ്രണ്ടിനെ പറ്റി ഒരുപാട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ പിന്നീട് ഞാൻ എന്തായാലും അച്ഛന്റെ മരുമകളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാം, പരിചയപ്പെടുത്തി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ പറഞ്ഞു വിടുന്നു. കഷ്ടിച്ചാണ് ഇവര് രണ്ടുപേരും രക്ഷപ്പെടുന്നത്. അച്ഛനോട് പെട്ടെന്ന് ഇവരുടെ കാര്യം പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവളുടെ കോളേജ് ഒക്കെ കഴിഞ്ഞിട്ട് പറയാം എന്നൊരു തീരുമാനത്തിലാണ് ഫൂഷൻ നിൽക്കുന്നത്. അപ്പോ ഇവള് ഹാവ് രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷെ അകത്താരോ സംസാരിക്കുന്നത് അവിടെ നിന്ന് പോവാൻ തുടങ്ങിയിരുന്ന അച്ഛൻ കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവനോട് ആരാടാ അകത്ത്, ആരാ അവിടെ സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോ ഇവൻ അത് അച്ഛന്റെ ഭാവി മരുമകളാ, വീഡിയോ കോൾ വിളിച്ചതാ എന്ന് പറയുന്നു. അപ്പോ അച്ഛനും എന്തായാലും ഇവൻ ഇപ്പോഴെങ്കിലും ഒരു പ്രണയം ഉണ്ടായല്ലോ എന്ന് ആലോചിച്ച് സമാധാനപ്പെടുന്നു. അതിനുശേഷം ഇവളോട് ഇവൻ അവളുടെ റൂമിലേക്ക് പോകാൻ പറയുന്നുണ്ടെങ്കിലും ഇവളെ കേൾക്കുന്നില്ല. ഞാൻ ഇന്നൊരു ദിവസത്തേക്ക് ഇവിടെ കിടന്നോട്ടെ, എനിക്ക് ഇവിടെ കിടന്നാ മതി, ഞാൻ നിങ്ങളെ വേറൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അവനും ഓക്കെ പറഞ്ഞ് അന്ന് അവര് ഒരുമിച്ച് കിടന്നുറങ്ങുന്നു. അതിനുശേഷം പിറ്റേന്ന് രാവിലെ ഇവര് രണ്ടുപേരും ഇപ്പോ മീറ്റ് ചെയ്തിരിക്കുകയാണ്. ജിയ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യം ആയിരുന്നല്ലോ ലോറയോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ലോറയ്ക്ക് അച്ഛന്റെ മുന്നിലുണ്ടായിരുന്ന എല്ലാ വിലയും പോയത്, കമ്പനി സ്ഥാനവും നഷ്ടപ്പെട്ടത്. സോ ഇവളെ തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നത് കൊണ്ട് തന്നെ ഇവരുടെ മുന്നേ ഉള്ള ഡീൽ എന്ന് പറയുന്നത് ഈ ഒരു കാര്യം സക്സസ് ആക്കിയാൽ 50 ലക്ഷം ലോറ ജിയക്ക് കൊടുക്കാം എന്നായിരുന്നു. പക്ഷെ ഇപ്പോ എല്ലാം ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ലോറ 20 ലക്ഷം മാത്രമേ ഇവൾക്ക് കൊടുക്കുന്നുള്ളൂ. പക്ഷെ അത് ജിയയുടെ അമ്മയുടെ ട്രീറ്റ്മെന്റിന് മതിയാവില്ല. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു കാര്യം പറഞ്ഞ് എനിക്ക് ഫുൾ തുക കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വെനിന്റെ അടുത്ത് പോയി സത്യങ്ങളെല്ലാം തുറന്നു പറയും എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ലോറ വീണ്ടും അവൾക്ക് 30 ലക്ഷത്തിന്റെ ഒരു കാർഡ് എടുത്ത് കൊടുക്കുന്നു. അങ്ങനെ ജിയയും വളരെ സന്തോഷത്തിൽ അവിടെ നിന്ന് അതൊക്കെ എടുത്ത് പോകാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിലും ലോറ പിന്നിലൂടെ അവളെ പോയി മയക്കി വീഴ്ത്തുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോ ജിയ മിസ്സിംഗ് ആണ് എന്ന കാര്യം എല്ലാവരും അറിയുന്നു. വെന്നും അതറിഞ്ഞ് ഷോക്കായി ലോറ അവളെ കൊലപ്പെടുത്തി കാണുമോ എന്ന് വരെ ചിന്തിക്കുന്നു. പറയാൻ പറ്റില്ലല്ലോ, അത്രയ്ക്ക് സൈക്കോകളാണ് അവളും അവളുടെ അമ്മയും. സോ ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇനി നീ പോവണ്ട, ഇവിടെ താമസിച്ചാൽ മതി എന്ന് ഫൂഷൻ വെന്നിനോട് പറയുന്നു. എന്നാൽ ആ ഒരു സമയത്ത് ഫൂഷനോട് ഇവളെ എന്തോ ഒരു കാര്യം ആവശ്യപ്പെടുന്നു. ആദ്യം അവനതിന് സമ്മതിക്കുന്നില്ല. പക്ഷേ ഇവളെ ഒരു വട്ടം നിങ്ങൾ എന്നെ സഹായിച്ചു പറ്റൂ എന്ന് പറയുമ്പോൾ അവൾക്ക് വേണ്ടി ഇവനും അത് സമ്മതിക്കുന്നു. അതിനുശേഷം ഇവളുടെ മുത്തശ്ശനെയും വന്ന് കണ്ട കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്നു. മാത്രമല്ല മുത്തശ്ശനൊന്ന് വയ്യാത്ത പോലെ അഭിനയിക്കാനും റിക്വസ്റ്റ് ചെയ്യുന്നു. തന്റെ കൊച്ചുമകളുടെ സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ അദ്ദേഹവും വില്ലിംഗ് ആണ്. തെറ്റുകാരെ പുറത്തു കൊണ്ടുവരണമല്ലോ. പക്ഷെ അദ്ദേഹത്തിന് ഇവളുടെ കാര്യത്തിൽ നല്ല പേടിയുണ്ട്. എന്നാൽ അപ്പോഴേക്കും ഫൂഷൻ അങ്ങോട്ടേക്ക് വരുമ്പോ ഇവള് മുത്തശ്ശനോട് ഇതെന്റെ ബോയ് ഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞ് അവനെ പരിചയപ്പെടുത്തുന്നു. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഫൂഷൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവും, മുത്തശ്ശൻ വിഷമിക്കേണ്ട എന്ന് പറയുമ്പോൾ മുത്തശ്ശനും ഫൂഷനെ നന്നായിട്ട് അറിയാം. കുഞ്ഞിനെ മുതലേ ഇവളുടെ കാര്യങ്ങളൊക്കെ അവളുടെ അച്ഛനേക്കാൾ നന്നായിട്ട് നോക്കിയത് ഇവൻ തന്നെയാണ്. സോ ഇവളെ ഇപ്പൊ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇവനേക്കാൾ മികച്ചത് മറ്റാരും ഇല്ലെന്ന് മുത്തശ്ശനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പിന് മുത്തശ്ശൻ എതിര് നിൽക്കുന്നില്ല. അപ്പോ ഇവിടെ ഇവരും വെന്നിന്റെ മുത്തശ്ശൻ വയ്യാതെ ഹോസ്പിറ്റലിലാണ് എന്ന കാര്യം അറിയുന്നു. പക്ഷെ ഉടനെ തന്നെ ചർച്ച ആവുന്നത് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഇനി ആര് കൈകാര്യം ചെയ്യും എന്നതിലാണ്. ലോറയുടെ അമ്മ വലിയ കാര്യത്തിൽ ആ പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെ ലോറയെ ഏൽപ്പിക്കുക, അവളെ നല്ലതുപോലെ നോക്കിക്കോളും, വെന്നിന് സ്വന്തം കാര്യം പോലും നോക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ വെന്നിന്റെ അച്ഛൻ അത് സമ്മതിക്കുന്നില്ല. വെന്നിന്റെ മുത്തശ്ശന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കി നടത്താൻ ലോറയ്ക്ക് എന്ത് അധികാരമാണുള്ളത്, അത് അദ്ദേഹം വെന്നിന് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അതിനോട് യോജിപ്പില്ല. സോ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാൻ സമയമായി എന്ന് പറഞ്ഞ് ഇവര് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നു. അപ്പോ ഇവിടെ വെൻ ഫൂച്ചനോട് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാം എന്ന് പറയുമ്പോൾ ഫൂച്ചൻ അത് വേണ്ട, ഈ ഒരു റിലേഷൻഷിപ്പിൽ 99 സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വെച്ച് നീ തന്നെയല്ലേ ഇതുവരെ എത്തിച്ചത്. പക്ഷെ വിവാഹം എന്ന ആ ഒരു വലിയ സ്റ്റെപ്പ് അത് ഞാൻ തന്നെ എടുത്തു വെച്ചോളാം, അതെന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറയുമ്പോൾ വെന്നും അതിനോട് ഓക്കെ പറയുന്നു. സോ ഇവൻ അലക്സിനെ വിളിച്ചിട്ട് ഒരു പ്രപ്പോസലും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പോ ലോറയുടെ മാരേജ് ദിവസം വന്നെത്തിയിരിക്കുകയാണ്. ഇവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. സോ അവനുമായിട്ട് ഇവളുടെ വിവാഹം നടക്കാൻ പോവാണ്. ഈ ഒരു വിവാഹം ഇപ്പോ നടക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം ഇവർക്ക് വെന്നിനെ ഇല്ലാതാക്കണം. അത് കഴിഞ്ഞിട്ട് അവളുടെ
മുത്തശ്ശന്റെ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ അടിച്ചു മാറ്റണം. ഇവളെ കല്യാണം കഴിച്ചു പോകുന്നത് ഒരു അത്യാവശ്യം വലിയ ബിസിനസ് ഫാമിലിയിലോട്ട് തന്നെ ആണല്ലോ. സോ അവരെ വെച്ച് ഇവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് ആ ഒരു മുത്തശ്ശന്റെ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ ലോറിയുടെ പേരിലോട്ട് മാറ്റിയെടുക്കാം എന്നൊക്കെയാണ് ഇവരുടെ പ്ലാൻ. അതിനായിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വിവാഹം നടത്തുന്നത്. കഴിഞ്ഞ നമ്മുടെ വെന്നിന്റെ ലൈഫിൽ അവള് മരണപ്പെട്ടത് ഇവളുടെ ആ ഒരു വിവാഹ ദിവസം തന്നെ ആയിരുന്നല്ലോ. അപ്പൊ ആ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് വെന്നും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴും കറക്റ്റ് ആയിട്ട് ഈ തള്ളയും മോളും ആ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ലോറയുടെ അമ്മ ഓടി ഇവളുടെ അടുത്തേക്ക് വന്ന്, മോളെ വെൻ, നിന്റെ സിസ്റ്ററിന് ഇന്ന് ഇടാൻ വെച്ചിരുന്ന ഷൂസ് കാണുന്നില്ല, പോയി പെട്ടെന്ന് ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ ഇവിടെ ഫുള്ള് ഗസ്റ്റ് വന്ന് തിരക്കാണ്, എനിക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ വെൻ ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. പക്ഷെ അവരുടെ മനസ്സിലെ പ്ലാൻ എല്ലാം തന്നെ ഇവൾക്ക് നന്നായിട്ട് അറിയാം. അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവരും പറഞ്ഞു വിടുന്നത്. അങ്ങനെ വെന്നും ആ ഒരു ഷൂസ് ഒക്കെ വാങ്ങിച്ച് റോഡ് ക്രോസ് ചെയ്യാൻ പോകുന്ന കറക്റ്റ് സമയം തന്നെ ഇവളെ ഒരു കാറ് ലക്ഷ്യമാക്കി ഇടിക്കാൻ വരുന്നു. പക്ഷെ കറക്റ്റ് സമയം തന്നെ നമ്മുടെ ഫ്യൂഷന് വന്ന് അവളെ ആ ഒരു വണ്ടി ഇടിക്കാതെ ബ്ലോക്ക് ചെയ്യുന്നു. മാത്രമല്ല അവന്റെ ആളുകളോട് ആ ഒരു ഡ്രൈവറെ പിടികൂടാനും ആവശ്യപ്പെടുന്നു. ഇവള് മുന്നേ തന്നെ ഫ്യൂഷനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നല്ലോ, അത് ഇതാണ്. അങ്ങനെ ഒരു കാര്യം ഈ ഒരു ഡേഞ്ചർ അവസ്ഥയിലോട്ട് ഇവള് വന്നാൽ മാത്രമാണ് ഈ ഒരു ഡ്രൈവറെ കറക്റ്റ് ആയിട്ട് പിടികൂടാൻ സാധിക്കുന്നത്. സോ അന്ന് ഇവളെ ഈ ഒരു കാര്യമാണ് അവനോട് പറഞ്ഞത്. അവളെ ആ ഒരു അപകടത്തിൽ മനഃപൂർവ്വം തള്ളിവിടാൻ ഇവന് താല്പര്യമില്ലായിരുന്നു. പക്ഷെ അവളുടെ നിർബന്ധത്തിനാണ് എങ്കിൽ പോലും ഇപ്പൊ കറക്റ്റ് സമയത്ത് അവൻ ഇവളെ രക്ഷപ്പെടുത്താൻ പറ്റിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവളെ പോയി ഹഗ് ചെയ്യുന്നു. അപ്പോ ഇവിടെ ഇവര് രണ്ടുപേരും വിചാരിക്കുന്നത് വെൻ മരണപ്പെട്ടു, ആ ഒരു അധ്യായമേ അവസാനിച്ചു എന്നാണ്. അങ്ങനെ ലോറയുടെയും ഈ ഒരു പയ്യന്റെയും വിവാഹ ചടങ്ങുകൾ വളരെ സന്തോഷത്തിൽ നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവര് രണ്ടുപേരും അത് തടഞ്ഞുകൊണ്ട് അങ്ങോട്ട് എത്തുന്നു. നമ്മുടെ വെന്നും ഫൂഷനും ഇവളെ കണ്ട് ഇവര് രണ്ടുപേരും ഷോക്ക് ആവുന്നു. അവള് മരിച്ചിട്ടില്ലല്ലോ. ഫൂഷൻ അങ്ങോട്ടേക്ക് വന്ന് ആ പയ്യന്റെ ഫാമിലിയോട്, നിങ്ങള് ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കുടുംബമല്ലേ, പക്ഷെ നിങ്ങളെ മരുമകളായിട്ട് സ്വീകരിക്കുന്നത് ഒരു കൊലയാളിയാണോ? ഇവള് കൊന്ന ജിയ എന്ന് പറയുന്ന സ്റ്റുഡന്റിന്റെ ബോഡി അവളുടെ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ലോറ പെട്ടെന്ന്, അതെങ്ങനെ ശരിയാവും, ഞാൻ അവളുടെ ബോഡി ഫുള്ള് കത്തിച്ചു കളഞ്ഞതാണ്, അത് ആർക്കും കിട്ടാൻ ഒരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവള് തന്നെ അവളുടെ കുഴി തോണ്ടുന്നു. അവളത് പെട്ടെന്ന് ആ ഒരു ഇതിൽ പറഞ്ഞു പോകുന്നതാണ്. പക്ഷെ അവള് പിന്നീട് അത് മാറ്റി പറയാൻ ശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാനായിട്ട് ഫൂഷൻ പറയുമ്പോൾ ലോറയുടെ അമ്മ അതിന് സമ്മതിക്കുന്നില്ല. ഇന്ന് ഇവളുടെ വിവാഹ ദിവസമാണ്, ഒരു കാരണമില്ലാതെ എന്റെ മകളെ കുറ്റക്കാരിയാക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ വെൻ അവരോട്, ആദ്യം നിങ്ങൾ ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോരെ മകളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവരും ഒരു കൊലയാളി തന്നെ ആണല്ലോ. അപ്പോഴേക്കും ഇവളെ ഇടിച്ചു കൊല്ലാനായിട്ട് നോക്കിയ ആ ഒരു ഡ്രൈവറെയും ഇവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നു. അത് ഈ ഒരു സ്ത്രീയുടെ റിലേറ്റീവ് തന്നെയാണ്. ആ ഒരു ഡ്രൈവറും ഫൂഷന്റെ ആളുകളും നല്ലത് കൊടുക്കുമ്പോൾ കുറ്റം സമ്മതിച്ച് ലോറയുടെ അമ്മ പറഞ്ഞിട്ട് വെനിനെ കൊല്ലാൻ ശ്രമിച്ച കാര്യം എല്ലാവരുടെ മുന്നിലും തുറന്നു പറയുന്നു. പക്ഷെ ഇവര് അത് സമ്മതിക്കുന്നില്ല. അപ്പൊ വെൻ അവരോട്, എനിക്കറിയാം നിങ്ങൾ സമ്മതിക്കില്ലെന്ന്, നിങ്ങൾ ഇനിയും എന്തൊക്കെയാ സമ്മതിക്കാതിരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ആ ഡോക്ടറിനെ വിളിക്കുന്നു. അവരും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. വെൻ പറഞ്ഞിട്ട്, എന്റെ അമ്മയെ നിങ്ങളല്ലേ കൊന്നത്, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഈ ഡോക്ടർ അത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് മറുപടിയില്ല. ആ ഡോക്ടർ എല്ലാവരോടും, എന്റെ കയ്യിൽ ഇവര് പറഞ്ഞ റെക്കോർഡിങ് ഇപ്പോഴും ഉണ്ട്, മാത്രമല്ല ഞാൻ താമസിക്കുന്ന വീട് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് വാങ്ങിച്ചു തന്നത് ഇവരാണ് എന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അച്ഛന് അത് കേട്ട് ഷോക്കായി, നീയാണോ എന്റെ വൈഫിനെ കൊന്നത് എന്ന് ലോറയുടെ അമ്മയോട് ചോദിക്കുന്നു. അദ്ദേഹവും വിചാരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ വൈഫ് നോർമലി മരണപ്പെട്ടതാണ് എന്നായിരുന്നല്ലോ. ഇവർക്ക് രണ്ടുപേർക്കും ഇവരുടെ എല്ലാ കള്ളത്തരങ്ങളും വെളിച്ചത്തായതുകൊണ്ട് തന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു, ഇത്രയും നാളും ഒരു പൊട്ടിയായിരുന്ന ഇവൾക്ക് ഇത്രയും വിവരം വെച്ചത് എങ്ങനെയാണ് എന്നൊക്കെ ആലോചിച്ച് അവർക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോ വെൻ അവരോട്, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതിനു മുന്നേ ഒരു സ്റ്റുപ്പിഡായിട്ട് നിന്നതല്ല, ഞാൻ നിങ്ങളെ അത്രയധികം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും സ്വന്തം അമ്മയും സഹോദരിയും പോലെ കണ്ടതുകൊണ്ട് മാത്രമാണ് അങ്ങനെ നിന്നത്. എനിക്ക് നിങ്ങളുടെ മുകളിൽ ഒരു ഡൗട്ടും വരാതിരുന്നതും. പക്ഷെ അത് നിങ്ങൾ മുതലെടുക്കുകയായിരുന്നു. നിങ്ങൾ ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ഇവളുടെ കാല് പിടിക്കുന്നു. ഞങ്ങൾക്ക് ഒരു ചാൻസ് കൂടെ തരണം, ഞങ്ങളോട് ക്ഷമിക്കണം, ഞാൻ നിന്റെ അമ്മയല്ലേ, ഞാൻ നിന്റെ സഹോദരിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം തന്നെ ആ ഒരു ഡ്രൈവറിന്റെ മുകളിലിട്ട് രക്ഷപ്പെടാനാണ് ഇവര് വീണ്ടും ശ്രമിക്കുന്നത്. അയാള് അത് കേട്ട് അപ്പൊ നല്ല ദേഷ്യം വന്ന് ഇവർക്ക് നല്ലത് കൊടുക്കുകയാണ്. അയാളെ കുറ്റക്കാരനാക്കിയിട്ട് ഇവര് രണ്ടുപേരും രക്ഷപ്പെടാനാണല്ലോ ശ്രമിക്കുന്നത് ഈ ഒരു കൊലക്കുറ്റത്തിൽ നിന്ന്. വെനിനും ഇവർക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കാൻ ഒരു താല്പര്യമില്ല. കാരണം താൻ 3 വർഷം കോമയിൽ കിടന്നിട്ട് ദയവായിട്ടാണല്ലോ അവൾക്ക് തന്നെ റിയൽ ആയിട്ട് സ്നേഹിച്ചത് ആരാണ്, കൂടെ നിന്ന് ചതിച്ചത് ആരാണ് എന്നൊക്കെ മനസ്സിലാക്കി കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇനിയും ആ ഒരു തെറ്റ് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട്, ഞാൻ നിങ്ങളോട് എന്തായാലും ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല, ഇനി നിങ്ങൾ രണ്ടുപേരും എന്റെ ലൈഫിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നു. അതിനുശേഷം വെൻ വളരെയധികം അവളുടെ അമ്മയെ മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫൂഷനെയും കൂട്ടി അവളുടെ അമ്മയുടെ കല്ലറയിൽ അമ്മയെ കാണാനായിട്ട് എത്തുന്നു. എന്നിട്ട് അമ്മയ്ക്ക് ഇവനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവനും അമ്മയോട്, ഞാനിവളെ നല്ലതുപോലെ നോക്കും, ഒരു കുറവും വരത്തില്ല എന്നൊക്കെ അമ്മയ്ക്ക് പ്രോമിസ്
പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷെ സത്യത്തിൽ ഇവള് ഫസ്റ്റ് ടൈം ആണ് ഇവളുടെ അമ്മയുടെ കല്ലറയിലേക്ക് എത്തുന്നത്. അതോർത്ത് ഇവൾക്ക് സ്വയം പുച്ഛം തോന്നുകയാണ്. കാരണം ഇവളുടെ സ്റ്റെപ്പ് മദറും ഇവളുടെ സ്റ്റെപ്പ് സിസ്റ്ററും ഒക്കെ കാണിച്ചതാണ് ഒരു റിയൽ ആയിട്ടുള്ള സ്നേഹം, അതാണ് തന്റെ അമ്മ എന്നൊക്കെയാണല്ലോ ഇവളെ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവൻ പോലും കളഞ്ഞ് തന്നെ രക്ഷിച്ച ഇവളുടെ സ്വന്തം അമ്മയെ ഇവളെ ഒരു വട്ടം പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതൊക്കെ ആലോചിച്ച് ഇപ്പൊ ഇവൾക്ക് നല്ല കുറ്റബോധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾക്കിനി ഇവളുടെ വീട്ടിലോട്ട് പോകാൻ ഒരു താല്പര്യമില്ല എന്ന് ഇവനോട് പറയുന്നു. അപ്പൊ ഫോർച്യൂൺ അവളെ ആശ്വസിപ്പിച്ച് നിനക്ക് ഈ ലോകത്ത് ആര് കൂടെ ഇല്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും, അതെന്തും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവളെ സമാധാനപ്പെടുത്തുന്നു. അങ്ങനെ അതിനുശേഷം ഫോർച്യൂൺ വെനിനെയും കൂട്ടിക്കൊണ്ട് അവന്റെ വീട്ടിലേക്ക് വരുന്നു. അപ്പൊ നമ്മുടെ ഫോർച്യൂന്റെ അച്ഛൻ വെനിന്റെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നീ ഇത്രയും നാളും ആ ചോര കുടിക്കുന്നവരുടെ ഇടയിലാണോ മോളെ ജീവിച്ചത്, ഇനി എന്തായാലും നീ അങ്ങോട്ട് പോണ്ട, ഞാനൊരു കാര്യം തീരുമാനിച്ചു, നിന്നെ എന്റെ സ്വന്തം കൊച്ചുമകളായിട്ട് ഞാൻ ദത്തെടുക്കാൻ പോവാണ്, അതിനായിട്ട് ഒരു വലിയ പാർട്ടി തന്നെ വെക്കാൻ പോവാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇവൻ ഷോക്കാവുന്നു. ഇവന്റെ വൈഫായിട്ട് ഇവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണല്ലോ വന്നേക്കുന്നത്. അപ്പോ അത് കേട്ട് ഇവൻ അച്ഛനോട് അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ അച്ഛനും പറയാനായിട്ട് പറയുന്നു. അപ്പൊ ഇവനും അച്ഛനെ അവിടെ ഇരുത്തി വെള്ളമൊക്കെ കൊടുത്ത് ഒന്ന് ശാന്തമാക്കിയിട്ട് അച്ഛനോട് ഞാനും വെന്നും ഇഷ്ടത്തിലാണ് എന്ന് പറയുന്നു. അത് കേട്ട് ഇദ്ദേഹം ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കാണ്. പക്ഷേ ഫോർച്യൂൺ പതരാതെ അച്ഛനോട് അതെ അച്ഛ ഞാൻ ഇവളെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് ഇവളെയും ഇവൾക്ക് എന്നെയും ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അച്ഛൻ നീ എന്തൊക്കെയാ ഈ പറയുന്നത്, നിനക്ക് എത്ര വയസ്സുണ്ടെന്നാ, നിന്റെ ബുദ്ധിയൊക്കെ മരവിച്ചു പോയോ, മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ, ഈ കൊച്ചിന്റെ മുത്തശ്ശൻ ഇതൊക്കെ അറിഞ്ഞാലും നമ്മളെ കുറിച്ച് അദ്ദേഹം എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ബഹളം വെക്കുന്നു. അപ്പോ വെൻ ഫോർച്യൂന്റെ അച്ഛനോട് അങ്കിൾ എന്റെ മുത്തശ്ശന് ഇത് ഓൾറെഡി അറിയാം, മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ല, എന്നെ ഫോർച്യൂനെ ഒന്നും പറയണ്ട, ഞാനാ എല്ലാത്തിനും കാരണം, ഇദ്ദേഹം ഒരുപാട് വട്ടം എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയതാ, ഞാനാ വീണ്ടും വീണ്ടും ഇദ്ദേഹത്തിന്റെ പുറകെ ചെന്ന് ഇതുവരെ കൊണ്ടെത്തിച്ചത്, എനിക്ക് ഫുഷനെ ഒരുപാട് ഇഷ്ടമാണ്, മറക്കാൻ പറ്റില്ല, അങ്കിൾ ഇതിന് നോ പറയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹവും ഈ പിള്ളേർക്കൊക്കെ എന്താ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവനോട് നീ ഇനി ഈ കൊച്ചിനെ പറ്റിക്കാനൊന്നും നിൽക്കണ്ട, നാളെ തന്നെ നിങ്ങളുടെ എൻഗേജ്മെന്റ് നടത്താൻ പോവാണ് എന്ന് പറയുമ്പോൾ ഫൂച്ചൻ അയ്യോ അച്ഛൻ നാളെ പറ്റില്ല, അതിനു മുന്നേ എനിക്ക് ഇവളെ പ്രൊപ്പോസ് ചെയ്യണം, പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ ഓ ഇപ്പൊ അങ്ങനെയൊക്കെ ആയോ, എങ്കിൽ പിന്നെ ആദ്യം അത് പോയി നടത്ത് എന്ന് പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞയക്കുന്നു. അച്ഛന് അത് ഇപ്പോഴും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇവര് വളരെയധികം ഹാപ്പിയാണ്. കാരണം ഇത്രയും നാളും പേടിച്ച് വരച്ചതുപോലെ ഒരു എതിർപ്പ് ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തിലാണ് ഇപ്പൊ ഇവര് രണ്ടുപേരും. അങ്ങനെ പിറ്റേന്ന് ഇവരുടെ ആ ഒരു പ്രൊപ്പോസൽ ഡേ വന്നിരിക്കുകയാണ്. അതിനായിട്ട് ഇവരെ രണ്ടുപേരെയും ഫൂഷന്റെ അച്ഛനും അലക്സും ഗുവും ഒക്കെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഇവര് രണ്ടുപേരും അങ്ങോട്ടേക്ക് എത്തുന്നു. അച്ഛന്റെ മുന്നിൽ വെച്ച് ഇവരെ പ്രൊപ്പോസ് ചെയ്യാൻ ഇവൻ ഭയങ്കര നെർവസ് ആണ്. അതുകൊണ്ട് തന്നെ വാങ്ങിച്ച റിങ് എവിടെയാണ് വെച്ചത് എന്ന് പോലും അവനെ കറക്റ്റ് ആയിട്ട് ഓർമ്മ കിട്ടുന്നില്ല. എങ്ങനെയൊക്കെയോ എവിടെന്നൊക്കെയോ തപ്പിയെടുത്ത് അവൻ ഇവളെ പ്രൊപ്പോസ് ചെയ്യുന്നു. വെൻ ഞാൻ നിന്നെക്കാലം ഒരുപാട് വയസ്സിന് മൂത്തതാണ്, എന്നിരുന്നാലും ഞാൻ പരമാവധി നീ മരിച്ചതിന് ശേഷമേ മരിക്കാൻ ശ്രമിക്കും, ഞാൻ ഉള്ളിടത്തോളം കാലം ഞാൻ നിന്നെ എന്തായാലും നല്ലതുപോലെ ടേക്ക് കെയർ ചെയ്തോളാം, നീ എന്നെ സ്വീകരിക്കുമോ എന്ന് ചോദിച്ച് അവൻ പ്രൊപ്പോസ് ചെയ്യുന്നു. അപ്പോ ഇവളും വളരെ ഇമോഷണൽ ആയിട്ട് ഇനി ഇവളുടെ ലൈഫ് എങ്ങനെ അവസാനിച്ചാലും ഇവൾക്ക് ഒരു കുഴപ്പമില്ല. കാരണം കഴിഞ്ഞ ഒരു ലൈഫ് ഒരു അർത്ഥമില്ലാണ്ടാണല്ലോ അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവനോട് നിങ്ങൾ വയസ്സായാല് തീർച്ചയായും ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഇമോഷണൽ ആയിട്ട് അവന്റെ ആ ഒരു പ്രപ്പോസല് സ്വീകരിക്കുന്നു. അപ്പോ ഫൂച്ചന്റെ അച്ഛനും നല്ല സന്തോഷത്തിൽ തന്നെ നീ വിവാഹം കഴിഞ്ഞിട്ട് ഇവളെ നല്ല രീതിയിൽ നോക്കിയില്ലെങ്കിൽ ഞാൻ തന്നെ എന്റെ ഫാമിലി തന്നെ അടിച്ചു പുറത്താക്കും എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നു. അപ്പോ ഇവനും മനസ്സില് ഇവള് മുന്നേ ഒരുപാട് ഇവനെ വെറുത്തിരുന്നതാണല്ലോ, സോ അങ്ങനെ അവസാനിക്കേണ്ടിയിരുന്ന ഒരു ബന്ധമാണല്ലോ ഇപ്പോ എന്തോ ഒരു മിറാക്കിൾ സംഭവിച്ചിട്ട് ഇവളിപ്പോ ഇവന്റെ വൈഫ് ആവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവനും വളരെയധികം എക്സൈറ്റ്മെന്റില് ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് പോലും എന്നെനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ വെൻ അവനെ കിസ് ചെയ്തിട്ട് ഇത് സ്വപ്നമൊന്നുമല്ല റിയൽ ആയിട്ട് നടക്കുന്നത് തന്നെയാണ് എന്ന് അവനോട് പറയുന്നു. അതോടുകൂടി ഒരു ഹാപ്പി എൻഡിങ്ങില് ഈ ഡ്രാമ അവസാനിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും വൺ സൈഡ് ആയിട്ട് പ്രണയിച്ചിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.